ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. കേരള നവോത്ഥാന നായകന്മാരിൽ 5 നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള ഫാക്റ്റാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പാർട്ടായിട്ടാണ് വീഡിയോ ഉണ്ടാവുക. ഈ വീഡിയോയിൽ നമുക്ക് ഇവരെ കുറിച്ചുള്ള ഫാക്റ്റ് ഡിസ്കസ് ചെയ്യാം, അതിനെപ്പറ്റി പഠിക്കാം. നെക്സ്റ്റ് വീഡിയോയിലാണ് ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അർണോസ് പാതിരി എന്ന നവോത്ഥാന നായകനെ കുറിച്ചാണ്. അർണോസ് പാതിരി. അർണോസ് പാതിരിയുടെ ജന്മദേശം ഏതാണ്? ജർമ്മനി. അർണോസ് പാതിരിയുടെ ജന്മദേശമാണ് ജർമ്മനി. മലയാളത്തിലെ ആദ്യ ലെക്സിക്കൽ ഗ്രാമർ, അതായത് വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? അർണോസ് പാതിരിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ലെക്സിക്കൽ ഗ്രാമർ അല്ലെങ്കിൽ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് അർണോസ് പാതിരിയാണ്. അർണോസ് പാതിരി തയ്യാറാക്കിയ മലയാളം പോർച്ചുഗീസ് നിഘണ്ടുവിൻ്റെ പേരെന്താണ്? വൊക്കാബുലരിയം മലബാറിക്കോ ലൂസിതാനം. അർണോസ് പാതിരി തയ്യാറാക്കിയ മലയാളം പോർച്ചുഗീസ് നിഘണ്ടുവിൻ്റെ പേരാണ് വൊക്കാബുലരിയം മലബാറിക്കോ ലൂസിതാനം. അർണോസ് പാതിരിയുടെ ഏറ്റവും പ്രശസ്തമായ കാവ്യകൃതി ഏതാണ്? പുത്തൻ പാന. ഇത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച കൃതിയാണ്. അർണോസ് പാതിരിയുടെ ഏറ്റവും പ്രശസ്തമായ കാവ്യകൃതിയാണ് പുത്തൻ പാന. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച കൃതിയാണിത്. അർണോസ് പാതിരിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? ജോൺ ഏണസ്റ്റ് ഹാങ്സിൽഡൺ. അർണോസ് പാതിരിയുടെ യഥാർത്ഥ പേരാണ് ജോൺ ഏണസ്റ്റ് ഹാങ്സിൽഡൺ. അർണോസ് പാതിരി തൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾക്കും താമസത്തിനുമായി തിരഞ്ഞെടുത്ത പ്രധാന സ്ഥലം ഏതാണ്? പഴുവിലാണ്, തൃശ്ശൂർ ജില്ല. അർണോസ് പാതിരി തൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾക്കും താമസത്തിനുമായി തിരഞ്ഞെടുത്ത പ്രധാന സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലെ പഴുവിൽ എന്ന സ്ഥലം. ശുഭാനന്ദ ഗുരുദേവൻ. ആത്മബോധോദയ സംഘം രൂപീകരിച്ചത് ആരാണ്? ശുഭാനന്ദ ഗുരുദേവൻ 1932 ആത്മബോധോദയ സംഘം രൂപീകരിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ് 1932. 1934 കേരളം സന്ദർശിച്ച ഗാന്ധിജിയെ മാവേലിക്കരയിൽ സ്വീകരിച്ചത് ആരാണ്? ശുഭാനന്ദ ഗുരുദേവനാണ്. 1934 കേരളം സന്ദർശിച്ച ഗാന്ധിജിയെ മാവേലിക്കരയിൽ വെച്ച് സ്വീകരിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. ശുഭാനന്ദ ഗുരുദേവന്റെ ആദ്യകാല നാമമെന്ത്? പാപ്പൻ കുട്ടി. ശുഭാനന്ദ ഗുരുദേവന്റെ ആദ്യകാല നാമമാണ് പാപ്പൻ കുട്ടി. വേലുക്കുട്ടി അരയൻ. 1916 വേലുക്കുട്ടി അരയൻ സ്ഥാപിച്ച യോഗം ഏതാണ്? അരയവംശ പരിപാലിനി യോഗം. 1916 വേലുക്കുട്ടി അരയൻ സ്ഥാപിച്ച യോഗമാണ് അരയവംശ പരിപാലിനി യോഗം. 1920 വേലുക്കുട്ടി അരയൻ രൂപം നൽകിയ രാഷ്ട്രീയ മഹാസഭ ഏതാണ്? തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ. 1920 വേലുക്കുട്ടി അരയൻ രൂപം നൽകിയ രാഷ്ട്രീയ മഹാസഭയാണ് തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ. 1931 തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം രൂപീകരിച്ചത് ആരാണ്? വേലുക്കുട്ടി അരയൻ. 1931 തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം രൂപീകരിച്ചത് വേലുക്കുട്ടി അരയനാണ്. കെ രാമകൃഷ്ണപിള്ള. കെ രാമകൃഷ്ണപിള്ള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കെ രാമകൃഷ്ണപിള്ള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. 1901 മുതൽ കേരള പഞ്ചികയുടെ എഡിറ്റർ ആയിരുന്ന വ്യക്തി ആര്? കെ രാമകൃഷ്ണപിള്ള. 1901 മുതൽ കേരള പഞ്ചികയുടെ എഡിറ്റർ ആയിരുന്ന വ്യക്തിയാണ് കെ രാമകൃഷ്ണപിള്ള. കെ രാമകൃഷ്ണപിള്ളയുടെ തൂലികാനാമം എന്താണ്? കേരളൻ. കെ രാമകൃഷ്ണപിള്ളയുടെ തൂലികാനാമമാണ് കേരളൻ. കേരളൻ എന്ന പത്രം 1905 ആരംഭിച്ചത് ആരാണ്? കെ രാമകൃഷ്ണപിള്ള. കേരളൻ എന്ന പത്രം 1905 ആരംഭിച്ചത് കെ രാമകൃഷ്ണപിള്ളയാണ്. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. ഹരിജന വിദ്യാർത്ഥികൾക്കായി ശബരിഗിരി ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. ഹരിജന വിദ്യാർത്ഥികൾക്കായി ശബരി ആശ്രമം സ്ഥാപിച്ചത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരാണ്.
കൽപ്പാത്തി സമരം നടന്ന വർഷമേത്? 1924 TR കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിലാണ്. കൽപ്പാത്തി സമരം നടന്ന വർഷമാണ് 1924 TR കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിലാണ്. ഉപ്പു സത്യാഗ്രഹ സമയത്ത് പാലക്കാട് നിന്നും കോഴിക്കോടേക്ക് ജാഥ നയിച്ചത് ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. ഉപ്പു സത്യാഗ്രഹ സമയത്ത് പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്ക് ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. നവോത്ഥാന നായകന്മാരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്